ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വെണ്ടക്ക ചെടിക്ക് വളം ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ അടുത്തായിട്ട് നല്ല രീതിക്ക് കളകളും വളർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കളകളൊക്കെ പറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇവിടെയൊക്കെ നനച്ച് കൊടുക്കണം. നനച്ച് കൊടുക്കുമ്പോൾ നല്ല ഈർപ്പുണ്ടായിരിക്കണം മണ്ണിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ രണ്ട് ചൂടും കാരണം നമ്മളെ ചെടികളൊക്കെ വാടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം നനച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. വെള്ളം എന്ന് പറയുന്നത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യണത് കണ്ടു, വെള്ളം എന്നാണെന്ന്. പക്ഷേ ഞാനിങ്ങനെ പൊതുവെ ഞാൻ മലപ്പുറം ഭാഗം ആയതുകൊണ്ട് വെള്ളം എന്നല്ല പറയുക, വെള്ളം എല്ലാവരും എന്നല്ല പറയണത്. ഞാനൊക്കെ പ്രത്യേകിച്ച് വെള്ളം തന്നെയാണ് കേട്ടോ പറയണത്. അതുകൊണ്ടാണ് ചില വാക്കുകളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം കുറേ കമൻസ് കണ്ടു അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പം എനിക്ക് ശീലമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണത്. ഇനി നമുക്ക് ബാക്കി പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് ഇത് നനച്ച് കൊടുത്ത് അപ്പം നല്ല രീതിക്ക് ഈർപ്പുണ്ടായല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൂടെ ആയിട്ട് നമുക്ക് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കണ മിക്സ്ചർ ഉണ്ടാവും. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ പച്ചക്കറിയുടെ തൈകൾക്ക് ഇട്ട് കൊടുക്കണ മിക്സ്ചർ ചോദിച്ചാൽ അവർ തരും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഓരോ ചെടിയിലായിട്ട് വട്ടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഓരോ കുഴിയിലായിട്ട് 2 ഈച്ച തൈകളാണ് കേട്ടോ നട്ടിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഓരോ ചെടിക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിട്ടായിട്ട് ഇട്ട് കൊടുക്കണേ. നമ്മൾ ചെടിയുടെ തണ്ടിലും ഇലയിലൊന്നും ആവാത്ത രൂപത്തിൽ വേണം നമ്മൾ ഇങ്ങനെ വളം ഇട്ട് കൊടുക്കാൻ. അഥവാ അതുമേലായിക്കഴിഞ്ഞാൽ ചെടി വാടിപ്പോവും കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ചെടിയിലും ഇങ്ങനെ മിക്സ്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ മുകളിലൂടെ ആയിട്ട് കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറി ചെടിയിൽ പല ചെടികൾക്കും പല രീതിയിലുള്ള വളമാട്ടോ പറ്റുക. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചെടിക്ക് ഏറ്റവും നല്ലത് കോഴിക്കാഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കോഴിക്കാഷ്ടം. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ പൊടിച്ചെടുത്തത്. എന്നിട്ട് നമുക്ക് തൈകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ തൈകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ചെടിയിലും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്സ്ചർ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമല്ല, എല്ലാ വളങ്ങളും ഇട്ട് കൊടുക്കുമ്പോഴും ഈ തണ്ടിലും മുരട്ടിലൊന്നും ആവാത്ത രൂപത്തിൽ വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ വാടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇത് നട്ടതിൻ്റെ ശേഷം ഞാൻ ഫസ്റ്റായിട്ട് വളം ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പൊന്നും വളം ഇട്ട് കൊടുത്തിട്ടില്ല. നട്ട സമയത്ത് കുറച്ച് എല്ലുപ്പൊടിയും വേപ്പ് പിണ്ണാക്കും കൂട്ടിയിട്ടാണ് ഇത് നട്ടിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ചെടിയിലും ഇട്ട് കൊടുത്തിട്ട് ഇതേ രൂപത്തിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്, മുരട്ടൊന്നും ആവാത്ത കോലത്ത്. ഇനി നമ്മൾ ചെടിയുടെ മുകളിലൂടെ ആയിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ആദ്യം നമ്മൾ ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് കേട്ടോ മറ്റേ സൈഡ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഈ സൈഡാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റേ സൈഡും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു ചാല് രൂപത്തിലായിട്ട് ഇനി നട്ടിരുന്നത്, ഇപ്പോൾ അതൊരു തറ രൂപത്തിലായിന് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ചെടിക്കും വളമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഓരോ ചെടികളൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനായിട്ട് ഇങ്ങനെ വളമിട്ട് കൊടുക്കണ വീഡിയോ ആയിക്കാറിട്ട് ഇനി മുതൽ ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ